ഈ മട്ടൻ വാങ്ങിയിട്ട് 2 ദിവസമായിട്ടോ, സമയമില്ലാത്തത് കൊണ്ട് ഉണ്ടാക്കിയില്ലായിരുന്നു. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ മട്ടൻ കറി ഉണ്ടാക്കിയാലോ? അങ്ങനെ ഇറച്ചിയിൽ ഐസ് പോകാൻ വേണ്ടി കുറച്ച് വെള്ളം പാർന്ന് വെച്ച് രാവിലത്തെ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു ഉഷാറ് കിട്ടൂല. അങ്ങനെ വേഗം ഒരു കട്ടൻ ചായ ഉണ്ടാക്കി, ഒരു പഴം ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂട്ടി ചായ കുടിച്ച് ഇനി നമുക്ക് മട്ടൻ കറി ഉണ്ടാക്കാനുള്ള പണികളൊക്കെ തുടങ്ങാം. മട്ടൻ കറി വെക്കുമ്പോൾ കുറച്ച് സവാളയും തക്കാളിയും മതി. ഞാൻ എടുത്തത് മീഡിയം സൈസിലെ 2 തക്കാളിയും 2 സവാളയും കേട്ടോ. അങ്ങനെ ആദ്യം സവാളയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് എന്നിട്ട് ഇറച്ചിയിൽ ഐസ് പോയപ്പോൾ കറക്കി പാകത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് എന്നിട്ട് 5-6 വട്ടം നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് കുക്കറിലേക്ക് വെളിച്ചെണ്ണ വെച്ച് സവാള അതിലേക്ക് ഇട്ട് പാകത്തിൽ ഉപ്പിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് 2 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് അതിന്റെ പച്ചമണം മാറുകളൊന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് തക്കാളി ഒടിഞ്ഞു വന്നിട്ട് അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി 1.5 സ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല ഇട്ട് ഇളക്കി കൊടുത്ത് മസാല നല്ലോണം മൂപ്പിച്ചെടുത്തിട്ട് മട്ടൻ ഫുള്ളായിട്ട് മസാലയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി പാകത്തിലുള്ള വെള്ളവും ഒഴിച്ച് കുറച്ച് മല്ലിച്ചപ്പൂട്ട് മൂടി വെച്ച് ഒരു 8 വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കണം. എന്നാലേ മട്ടൻ വെന്ത് വരുള്ളൂ. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കാം. എനിക്ക് നെയ്ച്ചോറ് ഇങ്ങനെ ഉണ്ടാക്കിയാലോട്ടോ ഇഷ്ടം. നെയ്യും വെളിച്ചെണ്ണയും മിക്സ് ആക്കി വെച്ച് അതിലേക്ക് കുറച്ച് സവാളയിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ട് പിന്നെ കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ അതിലേക്ക് ഒഴിച്ച് പാകത്തിൽ ഉപ്പിട്ട് കുറച്ച് നാരങ്ങനീരും ഒഴിച്ച് വെള്ളം തളിച്ച് വന്നിട്ട് കഴുകി വെച്ച കൈമാ റൈസ് അതിലേക്ക് ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കറി ഒന്ന് വറവിട്ടെടുക്കണം. വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയുള്ളി നല്ലോണം വഴറ്റിയെടുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുത്ത് കറി ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മളെ സ്പെഷ്യൽ മട്ടൻ കറി റെഡി. ഇന്ന് നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ ഫഹദും ഉണ്ട്, പിന്നെ ഫൈസൽക്കും ഫവാസും കേട്ടോ. പിന്നെ വീഡിയോ കാണുമ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.